നമസ്കാരം. ബാങ്ക് സോണിലേക്ക് സ്വാഗതം. ശ്രീനിവാസ പൈസ നമസ്കാരം. വീണ്ടും നമ്മൾ കാണാം. ഇന്ന് നമ്മൾ ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ച് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. സത്യത്തിൽ ക്രെഡിറ്റ് കാർഡിനെ ഒരു ഒറ്റ വരിയിൽ ഡിഫൈൻ ചെയ്താൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? പലിശയില്ലാത്ത ഷോർട്ട് ടൈം ലോൺ എന്ന് പറയാം. അതിന് പലിശയില്ല. കൃത്യമായി അടച്ചാൽ കൃത്യമായി അത് വേണമല്ലോ. അടയ്ക്കുക എന്നുള്ളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരു സഹായമാണ്. വായ്പയാണെന്ന് വിചാരിക്കരുത്, സഹായമാണെന്ന് വയ്ക്കുക. സഹായം വാങ്ങിച്ചാൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പലർക്കും ഈ ക്രെഡിറ്റ് കാർഡ് എടുത്ത് കയ്യിൽ വെക്കാൻ പേടിയാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പർച്ചേസിങ് കപ്പാസിറ്റി കൂടും, നമുക്ക് പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റും. അതാണ് കാര്യം. അത് നമുക്കൊരു പെട്ടെന്നൊരു ആവശ്യം വന്നെന്ന് വിചാരിച്ചു, ആ സമയത്ത് ക്രെഡിറ്റ് കാർഡ് വളരെയധികം നമുക്ക് ഗുണം ചെയ്യും. ഇപ്പോൾ ചില സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് വെച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്രെഡിറ്റ് കാർഡാണ് അതിൽ ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത്. അതും ക്രെഡിറ്റ് കാർഡ് കംപ്ലീറ്റ് ഇന്ത്യ ക്രെഡിറ്റ് കാർഡ് ഇറക്കിയിട്ടില്ല. വിസ, മാസ്റ്റർ കാർഡുകളൊക്കെയാണ് ഇത് വരുന്നത്. അത് മിനിമം ഒരു മാസം തൊട്ട് 40-50 ദിവസം വരെയും ഇൻട്രസ്റ്റ് ഫ്രീ ലോണായിട്ട് കിട്ടും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും ക്രെഡിറ്റ് കാർഡ് വെച്ച് ക്യാഷ് എടുക്കരുത്. ക്യാഷ് എടുത്താൽ കംപ്ലീറ്റ് എമൗണ്ടിനും പലിശ വരും. അത് മാത്രം ശ്രദ്ധിക്കുക. പക്ഷേ നമ്മുടെ പർച്ചേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു 31-ാം തീയതി ഒരു ബില്ലിടുക, അല്ലെ ഒരു 1-ാം തീയതി ബില്ലിടുകയാണ്. അപ്പോൾ ആ മാസത്തെ 1-ാം തീയതി തൊട്ട് 31-ാം തീയതി വരെയുള്ള പർച്ചേസുകൾക്ക് 1-ാം തീയതി ബില്ലിട്ടാൽ ഇത് റീപേ ചെയ്യാനായിട്ട് 20-ാം തീയതി വരെ സമയം കാണും. 15 തൊട്ട് 20 വരെ ഓരോ ക്രെഡിറ്റ് കമ്പനി ബാങ്കുകളനുസരിച്ച് മാറും. അപ്പോൾ ഈ 1-ാം തീയതി നമ്മളൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞു എന്നാൽ ആ പറയുന്ന ഡ്യൂ ഡേറ്റ് 15-20 വരെ ഒരു പലിശ പോലും ഇല്ലാണ്ട് നമുക്ക് ലോൺ കിട്ടുകയാണ്. ഒന്നുമില്ല, ഒരു SBIയുടെ ഇൻട്രസ്റ്റ് പോലും നമ്മൾ കൊടുക്കുന്നില്ല. ഒറ്റ കാര്യം, നമ്മൾ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കണം. EMI ആക്കിയാലും പലിശ വരികയാണ്. EMI ആക്കിയ പലിശ വരികയാണ്. എപ്പോഴും നമുക്ക് റോള് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ വിചാരിക്കും ഈ പലിശയില്ലാണ്ട് ഈ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കുകൾ ലാഭമില്ലാത്ത പരിപാടി ചെയ്യുകയില്ല. എന്തുകൊണ്ട്, എങ്ങനെ ഇത് വർക്കൗട്ട് ആകുമെന്ന് വിചാരിക്കും. ഇതെന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രെഡിറ്റ് കാർഡ് ഉള്ളത് കൊണ്ട് ഉപഭോഗ സംസ്കാരം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ സാധനം ആവശ്യമുണ്ട്, നമ്മുടെ അടുത്ത് കാശില്ല, നാളെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് രണ്ടാമത് ആലോചിക്കുമ്പോൾ പിന്നെ വാങ്ങിക്കണ്ടെന്ന് തോന്നും. അതെ, പക്ഷേ ഇപ്പോൾ തന്നെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കമ്പനിക്ക് ലാഭമാണ്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് വെച്ച് എന്താണോ വ്യാപാരം നടക്കുന്നത്, ആ വ്യാപാരം നടക്കുന്നത് ക്രെഡിറ്റ് കാർഡ് വെച്ചാണെങ്കിൽ ആ മാനുഫാക്ചറിങ്, ആ ഇൻഡസ്ട്രി ഈ ക്രെഡിറ്റ് കാർഡ് കമ്പനിക്ക് ഒരു ചെറിയ കമ്മീഷൻ കൊടുക്കുന്നു. അതാണ് അവരുടെ ലാഭം. ചില കടകളിലൊക്കെ ചെന്നിട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് പർച്ചേസ് എങ്ങനെ ക്രെഡിറ്റ് കാർഡാന്ന് പറയുമ്പോൾ പറയും 2% പൈസ എക്സ്ട്രാ. അത് വാങ്ങിക്കാൻ പാടില്ല. അത് പെട്രോൾ പമ്പിന് മാത്രമേ അതുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ മതി. കാര്യം എന്താണ്, ക്രെഡിറ്റ് കാർഡ് ഇത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ അക്കൗണ്ടിൽ പൈസ വരികയാണ്. നമ്മൾ ക്രെഡിറ്റ് കാർഡാണോ ഡെബിറ്റ് കാർഡാണോ എന്ന് അവർ നോക്കേണ്ട കാര്യം, അവരുടെ അക്കൗണ്ടിൽ സെയിം വരികയാണ്. മനസ്സിലായി? ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ടേൺ ഓവറിന്റെ പ്രശ്നമാണ് ഇവർ നോക്കുന്നത്. ഈ പെട്രോൾ പമ്പിൽ ഈ പറയപ്പെടുന്നത് എന്താണ്, 2% കൊടുക്കണം നമ്മൾ. അവർ ഇത് വാങ്ങിക്കുന്നുണ്ട്. കാര്യം അത് ഡിമാൻഡുള്ള സാധനമല്ലേ, പെട്രോള് ആവശ്യമുള്ള സാധനമാണ്. ഇത് ക്രെഡിറ്റ് കാർഡ് വെച്ച് കൊടുത്താലും ഇല്ലെങ്കിലും പെട്രോൾ കമ്പനിക്ക് ഇതൊന്നുമില്ല. 1000 രൂപ എണ്ണ അടിച്ച് 20 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കും. എക്സ്ട്രാ 20 എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും കാശ് കൊടുത്തോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് മറ്റേ GPay വെച്ച് കൊടുക്കുകയാണ് ലാഭം. പക്ഷേ നമ്മൾ ചില ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് വെച്ചാണെങ്കിൽ അവരൊന്നും നല്ല ജെന്യൂൻ ബിസിനസ്സുകാരാണെങ്കിൽ അവർ ക്രെഡിറ്റ് കാർഡിന് അഡീഷണൽ കാശ് വാങ്ങിക്കുക. കാര്യം അവർക്ക് നന്നായിട്ടറിയാം ഈ ക്രെഡിറ്റ് കാർഡ് ഉള്ളത് കൊണ്ടാണ് ഇവർ ഈ സാധനം പർച്ചേസ് ചെയ്യണമെന്ന്. ഈ സിബിലാണ് എപ്പോഴും എല്ലായിടത്തും വില്ലനായിട്ട് വരിക. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡിലെ പേയ്മെന്റ് ഒരു ദിവസമെങ്കിലും ഡിലേ ആയാൽ അത് സിബിൽ സ്കോറിനെ വലിയ രീതിയിൽ ബാധിക്കും. വിശ്വാസ്യതയാണ് ബാധിക്കുക. സിബിൽ എന്ന് പറഞ്ഞാൽ വിശ്വാസ്യതയാണ്. നമ്മുടെ സാമ്പത്തിക ക്രയവിക്രയത്തിന്റെ നമ്മുടെ വിശ്വാസ്യതയാണ് സിവിൽ സ്കോറിൽ കാണുക. അത് അപ്പം അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ കാണിക്കും. ഈ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് ഉപയോഗിക്കാതെ വീട്ടിൽ വെച്ചാലും ഈ ക്രെഡിറ്റ് കാർഡിലെ ബില്ല് വരുമല്ലോ, ഒരു ബില്ല് ജനറേറ്റ് ചെയ്യും. ചാർജ് എന്ന് പറഞ്ഞാൽ ആനുവൽ ചാർജ് ആണ് വരുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തു. ഈ ക്രെഡിറ്റ് കാർഡ് എടുത്ത് ഉപയോഗിക്കാതെ വീട്ടിൽ വെച്ചു. പിന്നീട് കുറച്ചാൾ കഴിഞ്ഞിട്ട് ഉപയോഗിച്ചു. ആദ്യത്തെ ബില്ല് വന്നപ്പം ഇത് നോക്കുമ്പോൾ 1000 എത്രയോ സംതിങ് രൂപ അടയ്ക്കാനുണ്ടായിരുന്നു. ഫസ്റ്റ് ഈ കാർഡ് അതിന് ഇൻട്രസ്റ്റും വരും. അതടച്ചു. രണ്ടാമത്തെ ബില്ലടച്ചു. മൂന്നാമത്തെ ബില്ല് അടച്ചിട്ട് ഇയാൾ ലോണിന്റെ ആവശ്യത്തിന് വേണ്ടി സിവിൽ സ്കോർ നോക്കിയപ്പോൾ 150 പോയിന്റോ 120 പോയിന്റിന്റെ കുറവ്. അപ്പോൾ എന്താണെന്ന് സിവിൽ റിപ്പോർട്ട് എടുത്ത് നോക്കിയപ്പോൾ ക്രെഡിറ്റ് കാർഡിൽ ലേറ്റ് പേയ്മെന്റ് ആണ്. അപ്പോൾ പക്ഷെ ബില്ലടച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ആദ്യം എടുത്തു വെച്ച ഈ 1200 രൂപ ഉണ്ടല്ലോ, ഇത് നോക്കിയില്ല, ഇത് അടയ്ക്കാൻ താമസിച്ചു, അത് ലേറ്റ് പേയ്മെന്റ് ആയിട്ട് കാണിച്ചു.
കാണിച്ചിട്ട് 100 സ്കോറോളം സിബിലിൽ കുറഞ്ഞു. അത് വരും. അയ്യോ ഞാൻ പെട്ടിട്ടുണ്ട്. ഈ ബാങ്കിലുണ്ടായിട്ട് പോലും തൃശ്ശൂർ ജോലി ചെയ്യുമ്പോൾ ഒരു സ്ഥാപനത്തിൽ പോയി, ഏതോ ഒരു ഇതിൽ പോയതാണ്. അപ്പോൾ അവിടെ ഒരു ബാങ്കിൻ്റെ ആൾക്കാരിയ്ക്കുന്നു, സാർ ഒരു അപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ പ്ലസ് നമുക്കറിയാം, ഇതാണ് എടുക്കുക, നമ്മുടെ ബാങ്കല്ല വേറെ ഇതാണ് എടുക്കണം. വൈഫിൻ്റെ പേരിലെടുത്തു. ഞാൻ ബാങ്കിലായതുകൊണ്ട് ഞാൻ എടുക്കാൻ പാടില്ല. അപ്പോൾ വൈഫിൻ്റെ പേരിലെടുത്തു, ഇതാണെന്ന് പറഞ്ഞ് നല്ല പ്രശസ്തമായ ബാങ്കാണ്. എടുത്തിട്ട് ക്രെഡിറ്റ് കാർഡ് എടുത്ത് ഉപയോഗിക്കുന്നത്, ഇതിൽ കൊണ്ടുപോയി ബ്രാഞ്ചിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കാശ് ഞങ്ങൾ നേരിട്ട് എടുക്കുകയല്ല. ആ ബാങ്കിൽ അക്കൗണ്ടും ഇല്ല ഞങ്ങൾക്ക്. അവർ ക്രെഡിറ്റ് കാർഡ് തന്നു, പിന്നെ അത് ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ പെടാപ്പാട് പെടും. കാര്യം എന്താണെന്ന്, ഇപ്പോൾ ഒരു ബാങ്കിന് ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്ന് വെച്ചാൽ ഇത് പല ഏജൻസികൾ ആണ് ഈ വിൽക്കാനായിട്ട് നിൽക്കണം. നമ്മൾ ചില മാളുകളിൽ അല്ലെങ്കിൽ ചില ഇതിലൊക്കെ നിൽക്കുന്ന കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന പറയും, അത് ബാങ്കിന്റെ സബ്സിഡിയറിയാണ്. അവർക്ക് അതിന് കമ്മീഷൻ കിട്ടും. ഈ ക്രെഡിറ്റ് കാർഡ് തന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ ഇതൊന്നുമില്ല. പിന്നെ ഈ കാർഡ് അടയ്ക്കണമെങ്കിൽ നമ്മൾ അക്കൗണ്ട് തുടങ്ങി അതിലൂടെ പോകാനുള്ള സംവിധാനം ചെയ്യണം. ചെയ്യാത്തിടത്തോളം സിബില് ഇങ്ങനത്തെ സാമ്പത്തിക സുതാര്യത നോക്കണവർക്ക് ഇത് എപ്പോഴും ഒരു കുരിശാണ്. അതൊരു കണക്കിനാണ് ഞാൻ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി എല്ലാം ചെക്ക് ചെയ്യാനുള്ള സംവിധാനം. അതെ, അതുകൊണ്ട് എത്ര പേര് അത് ചെയ്യും. അപ്പോൾ എപ്പോഴും ക്രെഡിറ്റ് കാർഡ് ബാങ്കുകൾ മുഖാന്തരം നേരിട്ട് എടുക്കുക. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, അവർ കൂടുതൽ തരും. പക്ഷേ ഇതുമെല്ലാം സിബിൽ സ്കോറിന് അതിന് വലിയ ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണ്. മിനിമം 36% ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. ഇതെടുത്തു കഴിഞ്ഞാൽ, ക്യാഷ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഫുള്ള് തുകയ്ക്കും ഇൻട്രസ്റ്റ് വരും. ഇപ്പോൾ 10,000 രൂപ നമ്മൾ പർച്ചേസ് ചെയ്തു, 1000 രൂപ അത്യാവശ്യം വന്ന് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുത്തു എന്ന് വെച്ചാൽ 11,000 രൂപയ്ക്ക് ഇൻട്രസ്റ്റ് വരും. 1000 രൂപയ്ക്ക് മാത്രമല്ല. പക്ഷേ ഇതിലെ ഏറ്റവും രസകരമായ കാര്യം, ഇപ്പോൾ പ്രത്യേകിച്ച് ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ കേട്ടത്, ഒരാൾ കോൺടാക്ട് ചെയ്തിരുന്നു, സാറ് ആണ് നമ്പർ കൊടുത്തത്. അവർ പറഞ്ഞത് അവിടെ സാധാരണ അവിടെയൊക്കെ ക്രെഡിറ്റ് കാർഡ് കിട്ടണമെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. ആദ്യം പോകുന്ന ആൾക്കൊന്നും ക്രെഡിറ്റ് കാർഡ് കിട്ടുകയില്ല. പക്ഷേ അവർ പറഞ്ഞു അവരുടെ ഇത് യൂസർ ഫീ മാത്രം ആദ്യം കുറച്ച് കൂടുതലുണ്ട്. അവരാദ്യം പോയവർക്ക് ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്ന ഒരേ ഒരു കമ്പനി അവരുടെയാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോണവർ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുക. പക്ഷേ അത് തീർച്ചയായിട്ടും തിരിച്ചടച്ചിരിക്കണം. കാര്യം നമ്മൾ വേറെ രാജ്യത്ത് ചെന്നിട്ടാണ് ഡ്യൂ വരുത്തിയെന്ന് പറഞ്ഞാലും ഇന്ത്യയിലിരുന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായി. അത് നോക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് സൗജന്യമായിട്ട് കിട്ടുകയാണെങ്കിൽ അത് ആരുടെ ഔദാര്യമല്ല, അവരങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത്. അത് നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ ആനുകൂല്യം പറ്റുക. അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ക്രെഡിറ്റ് കാർഡ് കമ്പനി ഇത് വിസയും മാസ്റ്റർ കാർഡും എല്ലാം ഇത് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ നമ്മുടെ മോഡിജി റുപ്പേ കാർഡ് കൊണ്ടുവന്നത്. റുപ്പേ കാർഡ് കൊണ്ടുവന്നല്ലോ ഇന്ത്യയിൽ. റുപ്പേ കാർഡ് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വിസ, മാസ്റ്റർ, ക്രെഡിറ്റ് കാർഡ്, പണ്ട് ഡെബിറ്റ് കാർഡും അവരുടെ ആയിരുന്നു. ഇപ്പൊ കംപ്ലീറ്റ് റുപ്പേ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുറെ ലോഞ്ചും അതും ഇതും ഒക്കെ ഇപ്പോഴും പല സൈറ്റുകളിലും റുപ്പേ കാർഡ് എടുക്കില്ല. റുപ്പേ കാർഡ് എടുക്കല്ല. അത് കുറെ കാര്യം തോപ്പിക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ നമ്മുടെ രാജ്യത്തിന്റെ കാര്യത്തിൽ. ഇപ്പോഴും ബ്രിട്ടീഷുകാരാണ് ഭരിക്കണമെന്നുള്ളൊരു മനോഭാവമുള്ള കുറെ ആൾക്കാരുണ്ട്. ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുള്ള തുക മാത്രം എടുക്കണം. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഞാൻ ബാങ്കുകളിൽ നിന്ന്, എൻ്റെ ബാങ്കിൽ നിന്ന് തന്നെ വരുന്നുണ്ട് ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയെന്ന്. ഞാൻ എടുത്തിട്ടില്ല. റിട്ടയർ ആയപ്പോൾ സമസ്താപരാധം വെച്ച് ഒഴിഞ്ഞുള്ള കാര്യം പറയുകയാണ്. കാര്യം ഈ സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യും, നമ്മുടെ പെൻഷൻ തുകയ്ക്കുള്ള ഇത് കിട്ടും. പക്ഷേ ഇത് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുള്ള ഇത് തോന്നും, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ചിലർ 2-3 ക്രെഡിറ്റ് കാർഡൊക്കെ പോക്കറ്റിൽ വെച്ച് കൂട്ടുകാരൊക്കെ എന്തെങ്കിലും സാധനം വാങ്ങിക്കണമെങ്കിൽ എന്നോട് പറയുന്നൊക്കെ പറഞ്ഞ് പെട്ടിരിക്കുന്ന ആൾക്കാരെ അറിയാം. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ചാൽ തീർച്ചയായിട്ടും അത് തിരിച്ചടയ്ക്കാനുള്ള കാശ് നിങ്ങളുടെ കയ്യിൽ ആ സമയത്ത് വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കാം, ഇല്ലെങ്കിൽ പെട്ടു. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഇയാള് മിക്ക ദിവസങ്ങളിലും ഇവരെ മാസാവസാനത്തെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കാണുമ്പോൾ ഫോൺ വിളിക്കും, എടാ മറ്റേ ബില്ല് നടക്കണം, അവർ വിളിക്കുന്നുണ്ട്, എൻ്റെ സിവിൽ സ്കോർ പോടാന്നൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇവൻ്റെ സ്റ്റാറ്റസ് ഞാൻ കണ്ടു. ദയവ് ചെയ്ത് എല്ലാ കൂട്ടുകാരോടുമാണ്, നിങ്ങൾ കൂട്ടുകാർക്ക് സാധനം വാങ്ങാൻ ക്രെഡിറ്റ് കാർഡ് കൊടുക്കരുത്, നിങ്ങളുടെ സിവിൽ സ്കോർ. ഞാൻ ഇവരെ വിളിച്ചു ചോദിച്ചു, എന്താണ് പറ്റിയത്? എൻ്റെ പൊന്നോ 2-3 പേർക്ക് സാധനം വാങ്ങാൻ വേണ്ടി ക്രെഡിറ്റ് കാർഡ് കൊടുത്തതാണ്, ഇപ്പം ഇവന്മാർ ഇത് അടയ്ക്കുന്നുമില്ല, ഞാൻ ആകെ പെട്ടു, എൻ്റെ സിവിൽ സ്കോറും പോയി. അപ്പം ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നവർ അത്യാവശ്യമായി ശ്രദ്ധിക്കേണ്ടത് സ്വന്തം കാര്യത്തിന് മാത്രം ഉപയോഗിക്കും. പക്ഷേ ഇതിൽ വേറൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. ഇപ്പം അദ്ദേഹം ഇപ്പോൾ സാറിൻ്റെ അടുത്ത് ക്രെഡിറ്റ് കാർഡുണ്ട്, എനിക്കൊരു സാധനം വാങ്ങിക്കണം, കാശ് ലിക്വിഡ് ക്യാഷ് കയ്യിലുണ്ടെന്ന് വെച്ചു. ചിലർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് പോവാം, പോയി സാർ കാർഡ് 1000 രൂപയുടെ സാധനമാണ്, 1000 രൂപ വാങ്ങിച്ച് കാർഡ് ഇത് ചെയ്യും. അപ്പോൾ എന്താണ് വേറൊരു ഗുണം എന്താണെന്ന് പറയുക, സാറിന് ബോണസ് പോയിന്റ് കിട്ടുക. ഈ ക്രെഡിറ്റ് കാർഡ് കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ ക്യാഷ് ആയിട്ട് കിട്ടുകയല്ല, കുറെ ഒരു പോയിന്റ് വരുമ്പോഴത്തേക്ക് ഇത്രയും രൂപയുടെ സാധനം സാറിന് പർച്ചേസ് ചെയ്യാൻ. പണ്ട് കയ്യിൽ കാശില്ലായിരിക്കുന്ന സമയത്തൊക്കെ ചില പരിചയമുള്ള പെട്രോൾ പമ്പുകളൊക്കെ കാണും,
അപ്പം ഒരു 20,000 രൂപയൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അവിടെ ചെന്ന് മനേരെ മണി അടിക്കും വൈകുന്നേരം ആകുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ട് അത് പുള്ളി അത് പർച്ചേസിൽ കാണിച്ചിട്ട് തരും. കാശ് തരാറുണ്ട്. അങ്ങനെ എടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അത് അങ്ങനെ എടുക്കുന്നു. പക്ഷെ നമ്മൾ തിരിച്ചടയ്ക്കണമെന്ന് മാത്രം വിചാരിച്ചാൽ തിരിച്ചടച്ചല്ലേ പറ്റും, നമ്മുടെ മുതലാണല്ലോ. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് സാമ്പത്തികം നന്നായിട്ട് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രീ ലോണിന് ഈ ക്രെഡിറ്റ് കാർഡ് പോലെ ഉള്ള വേറെ ഇതില്ല. പ്രത്യേകിച്ച് ഈ അറിഞ്ഞത് വെച്ചിട്ട് ദുബായിലൊക്കെ ഇതിൻ്റെ സൗകര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക. പക്ഷെ സത്യസന്ധമായിട്ട് ഉപയോഗപ്പെടുത്തുക. കൃത്യമായി ഉപയോഗപ്പെടുത്തില്ലെങ്കിൽ അത് തിരിച്ച് കുരിശായി വരാം. തീർച്ചയായിട്ടും അതെല്ലാ കാര്യങ്ങളും കുരിശായിട്ട് വരും, അത് സംശയമില്ലാത്ത. പക്ഷേ ക്രെഡിറ്റ് കാർഡ് നല്ലൊരു ഇൻട്രസ്റ്റ് ഫ്രീ ലോണാണെന്ന് നിസ്സംശയം പറയാം. എന്തായാലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ച. അടുത്തൊരു വിഷയമായി വീണ്ടും കാണാം.